പല തരത്തിലുള്ള ചിക്കൻ കറി നമ്മുടെ ചാനലിൽ പല പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ചിക്കൻ കറി, അങ്ങനെ പല തരത്തിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്, തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വഴറ്റിയെടുക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ആദ്യം. എണ്ണ നന്നായിട്ട് ചൂടായി ഇതിലേക്ക് പെരുംജീരകം 1 ടീസ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി സ്ലൈസ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, ഒരു 3-4 പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് 2 മീഡിയം സവാള സ്ലൈസ് ചെയ്തത്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴലാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ചിക്കനകത്തേക്ക് ഉപ്പ് വേണമല്ലോ, അപ്പോൾ അത് കണക്കാക്കി 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇതിലേക്ക് കുറച്ച് മഞ്ഞളിലൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. അണിയൻസ് നന്നായിട്ട് സോഫ്റ്റ് ആകുന്ന വരെ വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു സോഫ്റ്റ് ആയിട്ടുണ്ട്, ബ്രൗൺ ആയിട്ടില്ല. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടൊമാറ്റോ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർക്കാം. കുറച്ച് കറിവേപ്പില. നമുക്ക് ഇതിനൊപ്പം തന്നെ ചിക്കനൂടെ ആഡ് ചെയ്യാം. ഞാൻ എടുത്ത് വെച്ചേക്കുന്ന 1 കിലോ ചിക്കനാണ്, അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഈ ഒരു കറി എനിക്ക് പറഞ്ഞു തന്നത് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ലക്ഷ്മിയുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊരു കറിയാണ്. ഒരുപാട് പ്രാവശ്യം ഇത് കഴിച്ചിട്ടുണ്ട്. നല്ല സിമ്പിൾ കറി, പക്ഷെ നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ കൂടുതലും ലക്ഷ്മി സെർവ് ചെയ്യുന്നത് പുട്ടിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ പുട്ടിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെയും ഫേവററ്റ്. നല്ലൊരു കോമ്പിനേഷനാണ് പുട്ട് ചപ്പാത്തിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട ശേഷം ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റുമായിരുന്നു. ഇനി ഇതിനകത്തേക്ക് പൊട്ടേറ്റോ ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് 1 ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല, പക്ഷെ നല്ലതാണ്. ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റും കൂടെ ഇത് പൊട്ടറ്റോ ചേർത്തിട്ടൊന്നുകൊണ്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് ചൂടുവെള്ളം 1 കപ്പോളം ചൂടുവെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. വെള്ളമായിട്ട് നമ്മൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക. കുറച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 15 മിനിറ്റോളം നമ്മൾ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഒരു 1/4 ഭാഗം കുക്ക്ഡായിട്ടുണ്ടാവും. മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 10 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, ഒരു 6 അല്ലി വെളുത്തുള്ളിയും സ്ലൈസ് ചെയ്തത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ചിക്കൻ ചെറിയ ഫ്ലെയിമിൽ ഇട്ടേക്കാണ്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തരച്ച് എടുക്കണം. ഓക്കെ, ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് തേങ്ങ ആഡ് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് വേണം കിടന്ന് മൂക്കാനായിട്ട്. ഞാൻ 1/4 കപ്പ് തേങ്ങ എടുത്തേക്കുന്നത്, അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. തേങ്ങ വറുത്തരയ്ക്കുന്നത് നമ്മൾ പല തരത്തിലുണ്ടാക്കും. ഇത് അതിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. സാധാരണ നമ്മൾ തേങ്ങ വറുത്തരച്ച കറി പോലെ അത്രയും ബ്രൗൺ ആക്കത്തില്ല ഈ ഒരു കറിക്ക്.
ഒരു ലൈറ്റ് ബ്രൗൺ ടിൻറ്റ് ആയാൽ മതി. ചെറിയൊരു ബ്രൗൺ ടിൻറ്റ് വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. 2-3 കറിവേപ്പില, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, സാധാരണ എരിവുള്ള മുളക് പൊടിയാണ്, 1.5 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം തന്നെ ഓഫ് ചെയ്യാം, ബിക്കോസ് ഈ നല്ല ചൂടായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം ഇത് മസാല മൂത്ത് പോകാതിരിക്കാനായിട്ട് ഇപ്പം തന്നെ ഓഫ് ചെയ്യാം. ഈ തേങ്ങ വറുത്ത മിക്സ്ചറിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം പോയി. ഇനി നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം. അത്യാവശ്യം സ്മൂത്തായിട്ട് അടച്ചെടുത്തു. ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ അരപ്പ് മൊത്തം ഇതിനകത്തേക്ക് ചേർത്ത് നല്ല ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് പ്രിപ്പറേഷൻ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനകത്തേക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടെ ചേർക്കാം, 1/2 ടീസ്പൂൺ. എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. ഞാൻ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത്. അതിന് പകരം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുവാണെങ്കിൽ ഒന്നുകൂടെ കളർ കിട്ടും, വലിയ എരിവും കാണത്തില്ല. വീണ്ടും ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യുക. 5 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്യുക. ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുക. ഉപ്പോ എരിവോ ഒക്കെ കൂടുതൽ വേണമെങ്കിൽ അനുസരിച്ച് ചേർക്കാം. ഞാൻ ഇവിടെ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവാണ്. ഞാൻ വീണ്ടും ഒരു പാകത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാന്ന് തോന്നി. ഞാനൊരു 3/4 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്തു. അത് നമ്മളൊരു 1 ടീസ്പൂൺ ചേർത്തായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് ഇനി അടച്ചു വെക്കുക. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നവരെ ലോ ഫ്ലെയിമിൽ ഒരു 5 more minutes കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ലാസ്റ്റ് ഫ്ലേവർ ബോംബായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കടുക് വറയാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ നാടൻ കറിക്കും ആ മെയിൻ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കടുക് പൊട്ടിക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 3 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തിട്ട് കനം കുറച്ച് സ്ലൈസ് ചെയ്തോടെ ചേർക്കുക. ചുവന്നുള്ളി ഒന്ന് ബ്രൗൺ ആവണം, അതുവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ചുവന്നുള്ളി നന്നായിട്ട് ബ്രൗൺ ആയി തുടങ്ങിയുമ്പോൾ ഇതിനകത്തേക്ക് കറിവേപ്പില, ഈ കറിയിലേക്ക് ആഡ് ചെയ്യും. പിന്നെ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. ഇത് നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. എന്ത് നല്ല മണം! നമ്മൾ തേങ്ങ വറുത്തരച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ്സും ഉണ്ട്, ആവശ്യത്തിനൊരു കട്ടിയുണ്ട്.
നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി നിങ്ങളെല്ലാവരും കണ്ടു, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു നോർത്ത് കേരള സ്റ്റൈലാണ്. ഇത് എനിക്ക് പറഞ്ഞു തന്ന ലക്ഷ്മി കോഴിക്കോട് നിന്നാണ്. അപ്പോൾ ലക്ഷ്മിയുടെ വേർഷനിലുള്ള ഒരു ചിക്കൻ കറി നമ്മൾ ചെയ്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇത് ചപ്പാത്തി, പറാട്ട, പുട്ടിൻ്റെ കൂടെ ഒക്കെ എക്സലൻറ്റ് കോമ്പിനേഷനാണ്. ഇവൻ ചോറിൻ്റെ കൂടെ നന്നായിട്ട് പോകും ഈ കറി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.